പ്രിയ സുഹൃത്തുക്കളെ, ഈ അടുത്ത കാലത്ത് ഒരു വ്യക്തി സംശയം ചോദിച്ചു. അതിൻ്റെ വെളിച്ചത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് ഈ കഴിഞ്ഞ ജൂലൈ 2-ാം തീയതി ലിയോ 14 മാർപ്പാപ്പ 6 മെത്രാന്മാരെ സഭയിൽ നിന്ന് പുറത്താക്കി എന്നാണ് അതിൻ്റെ വാർത്ത. അത് ശരിയാണോ? ആണെങ്കിൽ എന്തിനാണ് അങ്ങനെ നടന്നത് എന്നുള്ള ചോദ്യമാണ് ചോദിച്ചത്. അതിന് മറുപടിയായിട്ടാണ് ഈ കാര്യങ്ങൾ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ ആദ്യത്തെ പറയുക, ഡിസിപ്ലിനുള്ള സഭ തന്നെയാണ് കത്തോലിക്ക സഭ. ഫണ്ടമെൻ്റൽസിനെതിരായിട്ട് പോയി കഴിഞ്ഞാൽ കാനോനിക്കലായിട്ട് നടപടി ഉണ്ടാകും. അങ്ങനെ ഉണ്ടായ നടപടിയാണ് എന്ന് ആമുഖമായിട്ട് ഞാൻ പറയട്ടെ. അല്ല, ഒരു വ്യക്തിപരമായ ഇടപാടൊന്നുമില്ല. നടപടികൾ സഭയെടുക്കുമ്പം ഇപ്പോൾ അത് സ്റ്റഡി ചെയ്ത് അതനുസരിച്ച് വിദഗ്ധരുടെ റെക്കമെൻഡേഷൻ അനുസരിച്ച് മാർപ്പാപ്പ വിലയിരുത്തിയിട്ടാണ് നടപടികൾ എടുക്കാറുള്ളത്. നടപടി എടുത്തു എന്നുള്ളത് ശരി തന്നെയാണ്. 6 പേരെ പുറത്താക്കി എന്നുള്ളത് ശരി തന്നെയാണ്. അതെന്താണ് സംഗതി? സൊസൈറ്റി ഓഫ് സെൻറ്റ് പയസ് X എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം സഭയിലുണ്ട്. അതിന് ചിലപ്പോൾ ഷോർട്ട് ഫോമിൽ SSPX എന്ന് പറയും. സൊസൈറ്റി ഓഫ് സെയിൻറ്റ് പയസ് X, 10-ാം പിയൂസ് പിതാവിൻ്റെ നാമത്തിലാണ് അവർ സൊസൈറ്റി. അത് വൈദികരാണ്, പുരോഹിതന്മാരുടെ ഒരു കൂട്ടമാണ്, അല്ല അൽമായർ അതിനകത്തില്ല. ഇവരുടെ പൊസിഷൻ ഇതാണ്: കത്തോലിക്ക സഭയിലെ പരമ്പരാഗത വിശ്വാസങ്ങളും അതുപോലെ ആരാധനക്രമവും നിലനിർത്താൻ പരിശ്രമിക്കുക. അതിനുള്ള ഒരു അന്താരാഷ്ട്ര വൈദിക സമിതിയാണ്. പരമ്പരാഗതം എന്ന് പറഞ്ഞാൽ പഴയ ലത്തീൻ കുർബാന നിലനിർത്തണം എന്നൊക്കെ പറയും. അതൊക്കെ സഭ അനുവദിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. ബെനഡിക്ട് 16-ാം മാർപ്പാപ്പ അനുവദിച്ചതാണ്. അവർ നിലപാട് വളരെ കൺസർവേറ്റീവ്. വത്തിക്കാൻ കൗൺസിലിനെ ചില കാര്യങ്ങൾ അവർ അംഗീകരിക്കുന്നില്ല. 1970-ലാണ് ഫ്രഞ്ച് ആർച്ച് ബിഷപ്പായ മാർസൽ ലെഫേബ്രെ എന്ന് പറഞ്ഞ ആർച്ച് ബിഷപ്പ്, ഫ്രാൻസിൽ നിന്നുള്ള ആർച്ച് ബിഷപ്പ് മാർസൽ ലെഫേബ്രെ എന്ന് പറയുന്ന ആർച്ച് ബിഷപ്പാണ് ഈ ഒരു പ്രസ്ഥാനത്തിന് ജന്മം കൊടുത്തത്. സ്ഥാപിച്ചത് 1970-ലാണ്. അപ്പോൾ 2-ാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം സഭയിൽ വന്ന പരിഷ്കാരങ്ങളിൽ അതൃപ്തിയുള്ള ഒരു സമൂഹമാണിത്. പ്രത്യേകിച്ച് വൈദികരെ പരിശീലിപ്പിക്കാൻ വേണ്ടിയിട്ടാണത്. അതൃപ്തിയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് പുതിയ വൈദികർക്ക് വഴിതെറ്റാതിരിക്കാൻ വേണ്ടി പരിശീലിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് തുടങ്ങിയെന്ന് ആർച്ച് ബിഷപ്പ് പറയുന്നു. അതായത് ഇന്ന് നമ്മൾ കാണുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, വത്തിക്കാൻ കൗൺസിലിന് മുമ്പുള്ള സാഹചര്യങ്ങളിൽ, പ്രത്യേകിച്ച് മറ്റ് മതങ്ങളുടെ ആഭിമുഖ്യം, അത്തരത്തിൽ അതുപോലെ തന്നെ മറ്റ് ചില ഫ്രാൻസിസ് പാപ്പയുടെ കാലത്ത് വന്ന ചില കാര്യങ്ങളൊക്കെ അവർക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല. സഭാ പാരമ്പര്യ വിരുദ്ധമാണെന്നാണ് അവർ പറയുക. അപ്പം അതിൻ്റെ അതൃപ്തി അവർക്കുണ്ട്. പരമ്പരാഗത ലത്തീൻ കുർബാന അതാണ് അവർക്ക് വേണ്ടിയത്. പരമ്പരാഗത ലത്തീൻ കുർബാന, അതായത് അത് ട്രിഡൻഡൈൻ മാസ് എന്ന് പറയും. ട്രിഡൻഡൈൻ മാസ് സന്തോഷത്തിന് ശേഷം അത് രൂപീകരിച്ച അനാഫ്രയാണ് ട്രിഡൻഡൈൻ മാസ്. അതിനെ സംരക്ഷിക്കണം. വത്തിക്കാൻ കൗൺസിലിലെ ചില കാര്യങ്ങൾ, മതസ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള എക്യുമെനിസത്തെക്കുറിച്ചുള്ള ആശയങ്ങളൊക്കെ അവർ എതിർക്കും. എക്യുമെനിസം പറഞ്ഞപ്പോൾ നമ്മൾ കാണുന്ന എല്ലാ മതങ്ങളിലെയും നന്മകളെ അംഗീകരിക്കുന്ന എല്ലാ മതങ്ങളോടും സംവാദം വേണം. പലപ്പോഴും കൗൺസിൽ ഡിഗ്രിയുടെ പോക്ക് എപ്പോഴും അങ്ങനെ എല്ലാ വിഭാഗങ്ങളോടും ഡയലോഗ് വേണമെന്നാണ്. നിരീശ്വരന്മാരോടും വേണം, മാർക്സിസ്റ്റുകാരോടും വേണം. ആ ഡയലോഗ് ആ വിധത്തിൽ, അതായത് വി ആർ ടു ബി ഇൻക്ലൂസീവ് നോട്ട് എക്സ്ക്ലൂസീവ്. ഇവർ വളരെ എക്സ്ക്ലൂസീവാണ്. അങ്ങനെയുള്ള ഒരു സമീപനത്തിന് അവർക്ക് താല്പര്യമില്ല. യഥാർത്ഥ വിശ്വാസം ക്ഷയിച്ചു പോകുന്നു അവർ കരുതുക. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഒരു സെക്റ്റ് പോലെ അങ്ങ് രൂപാന്തരപ്പെട്ടു. 1988 മാർപ്പാപ്പയുടെ അനുവാദം കൂടാതെ ലെഫേബ്രെ 4 ബിഷപ്പുമാരെ അങ്ങ് വാഴിച്ചു. അന്ന് 88 ഞങ്ങൾ റോമിൽ നിന്ന് പോരുന്ന ഘട്ടങ്ങളാണ്. തൊട്ട് മുമ്പാണ്. അപ്പോൾ അവൾ കൃത്യം അതിൻ്റെ ടെൻഷൻ മൂത്തിരിക്കുന്ന അവസരം. മാർപ്പാപ്പ 1 മാസം കൊടുത്തു റീതിങ്ക് ചെയ്യാനായിട്ട്. എന്നിട്ട് നിങ്ങൾ തീരുമാനം പിൻവലിക്കണം. മാർപ്പാപ്പയുടെ പെർമിഷൻ ഇല്ലാതെ, സാങ്ഷൻ ഇല്ലാതെ, ഇങ്ങനെയാണല്ലോ മെത്രാന്മാരെ നിയോഗിക്കുന്നതിന്. ഇപ്പം നമുക്ക് നമ്മുടെ സിനഡിൽ നമുക്കൊരു ബിഷപ്പിനെ നിശ്ചയിക്കാൻ അവർക്ക് അധികാരമുണ്ട്. അവർക്ക് നിശ്ചയിക്കാൻ പറ്റും. നിശ്ചയിച്ച് കഴിഞ്ഞാൽ അതിന് വാലിഡിറ്റി കിട്ടണമെങ്കിൽ മാർപ്പാപ്പയുടെ അംഗീകാരം വേണം. നിശ്ചയിച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് അറിയിച്ചതിന് ശേഷം നിമിഷം കൊണ്ടൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ്. അതിനവിടെ സാങ്ഷൻ ഇവിടെ വരണമെങ്കിൽ അത് ഒറിജിനലി അത് സാധുവാകുകയുള്ളൂ. എന്താണ് അതെന്തിനാണെന്നറിയോ? സഭയുടെ യൂണിറ്റിയുടെ ലിങ്കാണ്. മാർപ്പാപ്പ നമ്മൾ യൂണിറ്റിയുടെ ലിങ്ക്, യൂണിറ്റിയുടെ പോയിന്റ് എന്ന് പറയുന്ന മാർപ്പാപ്പയാണ്. അങ്ങനെയാണല്ലോ തന്നെ വിശ്വാസത്തിന് അത് തന്നെയാണ്. സെൻറ്റ് പീറ്ററിന് ദൗത്യം എന്ന് പറഞ്ഞാൽ കൺഫർമേഷൻ, കൺഫേമിങ് ഫെയ്ത്ത്ഫുൾ കൺഫേമിങ് ദ ബിലീവേഴ്സ് ഇൻ ഫെയ്ത്ത്. ഇതാണ് പെട്രൈൻ ഡ്യൂട്ടി എന്ന് പറയും. അതുകൊണ്ട് അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. അത് മാർപ്പാപ്പ അറിയാതെ, സാങ്ഷൻ ഇല്ലാതെ മെത്രാന്മാരുണ്ടാക്കാൻ പറ്റില്ല. ഇവിടെ അത് അങ്ങനെ ചെയ്തു. 1988
അതോടെ അത് ഓട്ടോമാറ്റിക് എക്സ്കമ്മ്യൂണിക്കേഷൻ ഉണ്ടായി. ഓട്ടോമാറ്റിക് എക്സ്കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആക്ഷൻ എടുക്കാതെയും പറയാതെ തന്നെ ഒരു സഭയ്ക്ക് പുറത്തായി. ഇതാണ് പല കാര്യങ്ങളും ചിലപ്പോൾ ഓട്ടോമാറ്റിക് എക്സ്കമ്മ്യൂണിക്കേഷൻ വരും. ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ കത്തോലിക്ക സഭയിൽ ഒരു മാമോദിസയുള്ളൂ. ആ മാമോദിസ സ്വീകരിച്ച വ്യക്തി വീണ്ടും എവിടെയെങ്കിലും പോയി ഏതെങ്കിലും മണ്ഡലത്തിൽ ചെന്ന് വീണ്ടും മാമോദിസ സ്വീകരിച്ചാൽ അതിനാൽ തന്നെ പുറത്താക്കപ്പെട്ടു. എവിടെയെങ്കിലും ഒന്ന് പെന്തക്കോസ്ത് സമൂഹത്തിൻ്റെ വചനം കേട്ടിട്ട് അവസാനം കണ്ടു അയ്യോ എപ്പോഴും പറയും അവസാനം സ്നാനം വേണമെന്ന് പറയും. അപ്പോൾ ഇത് മാമോദിസ സ്വീകരിച്ചതാണ്. ആ സ്നാനം വേണമെന്ന് പറഞ്ഞാൽ പ്രായമുള്ള ഇപ്പം പോയി കുളത്തിൽ പോയി മുങ്ങി മാമോദിസ കാത്തലിക്കൻ ഒരുത്തൻ വാങ്ങി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ വെരി ആക്റ്റോടെ അതിനാൽ തന്നെ സഭയ്ക്ക് പുറത്തായി. ഡിക്ലറേഷൻ ഒന്നും വേണ്ട, ഓട്ടോമാറ്റിക് എക്സ്കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ പോലെയാണ്. മാപ്പാപ്പാട് സാങ്ഷൻ ഇല്ലാതെ മെത്താനെ വാഴിച്ചാൽ വാഴിക്കുന്ന മെത്താനും വാഴിക്കപ്പെടുന്ന മെത്താനും ഔട്ടാണ്. ഇതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയും. വർഷത്തിൽ ബെനഡിക്റ്റ് 16 വന്നപ്പോൾ ഇവരോട് അല്പം അനുകമ്പ കാണിച്ചു. പുറത്താക്കപ്പെട്ടവരെ അവർ തിരിച്ചെടുത്തു പാപ്പ. പക്ഷേ അവർ എന്നിട്ടും കൃത്യമായിട്ട് ബന്ധം പുനഃസ്ഥാപിച്ചില്ല. അവരാ വഴിക്ക് അങ്ങ് നീങ്ങുകയാണ്. കാരണം അവർക്ക് ഈ മറ്റ് കാര്യങ്ങൾ അംഗീകരിക്കാം. അപ്പം വേറൊരു സെക്ട് പോലെ അവർ നീങ്ങുകയായിരുന്നു. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ റിപ്പീറ്റ് ചെയ്യപ്പെടുന്നത്. 2026 ജൂലൈ 1 ലിയോ 14 മാർപ്പാപ്പ കർശനമായി അവർ പറയും. അവർ 4 മെത്രാന്മാരെ വഴിക്കാൻ പോകാനുള്ള ഇൻഫർമേഷൻ കിട്ടിയപ്പോൾ മാർപ്പാപ്പ കർശനമായിട്ട് പറയും പാടില്ല, ശരിയല്ല, ചെയ്യാൻ പാടില്ല എന്ന് കൃത്യമായിട്ട് പറയുന്നതിന് മുമ്പുള്ള പല നടപടിക്രമങ്ങളുണ്ടായി ഇവരെ പിന്തിരിപ്പിക്കാൻ വേണ്ടി. പക്ഷേ അവരതനുസരിച്ചില്ല. എന്നെ ചെയ്ത് സ്വിറ്റ്സർലൻഡിലെ ഇക്കോണിൽ വെച്ച് 4 പുതിയ ബിഷപ്പുമാരെ അങ്ങ് വാഴിച്ചു. ലിയോ പാപ്പായുടെ ആ ഭയങ്കര നിർദ്ദേശം അത് താക്കിയതിനൊക്കെ അവഗണിച്ചുകൊണ്ടാണ്. ആരാണ്? പാസക്കൽ ഷൈബർ, മൈക്കിൾ ഗോൾഡേറ്റ്, മിഷേൽ പെയിൻസെൻറ്റ് ഡി സിപ്രി, മാർക്ക് ഹനാപ്പിയർ എന്നിവരെ അങ്ങോട്ട് വാഴിച്ചു 4 പേര്. അതോടുകൂടി ഈ 4 പേരും മെത്രാൻ പട്ടം കൊടുത്ത ഒരു ആർച്ച് ബിഷപ്പും ഒരു സഹായ മെത്രാനും 6 പേര് സഭയിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് പുറത്തായി. അതാണ് വാസ്തവത്തിൽ ഇവിടുത്തെ വലിയ മാധ്യമങ്ങളൊന്നും വലിയ വാർത്തയായിട്ട് വന്നില്ല. ഇപ്പം ചില നമ്മുടെ തന്നെ മാധ്യമങ്ങൾ വന്നിട്ടായിരിക്കും അങ്ങനെ അത് ചോദിച്ചത്. ശരിയാണോ ഇല്ലോ? ശരി തന്നെയാണ്. അതിൻ്റെ കാരണം ഇത് തന്നെയാണ്. അപ്പോൾ ഈ നടപടിയെ തുടർന്ന് 2026 ജൂലൈ 2 മെത്രാൻ വായിച്ചു കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം ജൂലൈ 2 വത്തിക്കാനും ഇവരെ ഔദ്യോഗികമായിട്ട് സ്കിസമായിട്ട് പ്രഖ്യാപിച്ചു. അതായത് SSPX എന്ന് പറയുന്ന വിഭാഗം സ്കിസ്മയായിട്ട് പ്രഖ്യാപിച്ചു. നമുക്കറിയാം സഭയെ 2 തരം വിഭാഗീയതയുണ്ട്. ഒന്ന് ഹെരസി എന്ന് പറയും. അതായത് പാഷണ്ഡത. അടിസ്ഥാന ദൈവശാസ്ത്രത്തിൽ നിന്ന് വ്യതിചലിച്ചാൽ അത് പാഷണ്ഡതയാണ്. ആദ്യകാലം തൊട്ട് സംഭവിച്ച അങ്ങനെയാണ്. ഏകസ്വഭാവവാദം എന്നൊക്കെ വന്നു. അതൊക്കെ വാസ്തവം പറഞ്ഞാൽ അത് പാഷണ്ഡതയാണ്. എന്ന് പറഞ്ഞാൽ സഭയുടെ പ്രബോധനത്തിന് എതിരായിട്ടുള്ള പ്രബോധനം നൽകുന്നതിനാണ് പാഷണ്ഡത എന്ന് പറയുന്നത്. അത് നമ്മൾ ഹെരസി എന്നാണ് പറയും. പക്ഷേ സഭയുടെ അധികാരത്തിൽ നിന്ന് മാറി നിന്നിട്ട് വേറൊരു വിഭാഗം ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് ഡിവിഷനാണ്. അതിനെ സ്കിസം, ഡിവൈഡ് ചെയ്യാന്നുള്ള ഈ വാക്കിൻ്റെ ലാറ്റിൻ വാക്കിൻ്റെ അർത്ഥം അതാണ് സ്കിസം എന്ന് പറയും. അതിന് നമ്മൾ പറയുന്നത് ശീഷ്മ എന്നാണ് പറയും, ശീഷ്മ എന്ന് പറയാറുണ്ട്. അപ്പോൾ അവർ ഈ പറയുന്ന വിഭാഗത്തെ ഇങ്ങനെ ഇത്തരം പ്രഖ്യാപനത്തിലൂടെ ഓട്ടോമാറ്റിക്കാണ്, അതായത് ആരും നിർബന്ധം ചെയ്യുന്നില്ല, അത് കാരണമനുസരിച്ച് ഓട്ടോമാറ്റിക്കലി ദേ ആർ എക്സ്കമ്മ്യൂണിക്കേറ്റ് അവർ സ്കിസമായിട്ട് പ്രഖ്യാപിച്ച് പുറത്താക്കപ്പെട്ടു. ഇതാണ് നടന്ന സംഭവം. അപ്പം അതിനോട് സംഭവിക്കുന്നതാണ് വത്തിക്കാൻ ഡിഗ്രി അനുസരിച്ച് ഈ വൈദിക നടത്തുന്ന കുർബാന തന്നെ സാധുവാണ് എന്ന് പറഞ്ഞാൽ പട്ടം കിട്ടിയ ആൾ കുർബാന അർപ്പിക്കുക സാധുവാണ്. പക്ഷേ ഇല്ലീസിറ്റ എന്ന് പറഞ്ഞാൽ അതർത്ഥം സഭയുടെ നിയമപ്രകാരം ഉള്ളതല്ല. ലീസിറ്റല്ല. 2 കാര്യങ്ങളുണ്ട്. അതായത് ഒരു കാര്യത്തിന് ഒരു കൂദാശ നമ്മൾ പറയുകയാണെങ്കിൽ കൂദാശ സാധു, അപ്പം മുടക്കപ്പെട്ട ഒരു വൈദികനാണെന്ന് വിചാരിച്ചു. മുടക്കപ്പെട്ട വൈദികൻ കുർബാന അർപ്പിച്ചാൽ കുർബാന സാധുവാണ്, ബട്ട് നോട്ട് ഇല്ലീസിറ്റ, അനുവദനീയമല്ല. അതായത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. എന്നാൽ അവർ നടത്തുന്ന അതുപോലെ അതേ സമയത്ത് പ്രഖ്യാപനം പാപസങ്കീർത്തനം, കൺഫെഷൻസ്, അതൊരു വിവാഹം, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇൻവാലിഡാണ്, അസാധുവാണ് എന്ന് പ്രഖ്യാപിച്ചു. അപ്പോൾ അതുകൊണ്ട് ആ സമൂഹത്തിൽ പോകുന്ന അവിടെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകി നിങ്ങൾ അവിടെ പോയി ബന്ധപ്പെട്ട് കുമ്പസാര അസാധുവാണ്, അതുകൊണ്ട് വിവാഹവും അതുതന്നെ അസാധുവാണെന്ന് പറയാൻ ഇടയായിട്ടുണ്ട്. അപ്പോൾ സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമായിട്ട് അത് പ്രവർത്തിക്കുന്നത് ഈ സമൂഹത്തിന് ഏതാണ്ട് 77 രാജ്യങ്ങളിലൂടെ 6 തൊട്ട് 8 വരെ ഉള്ള ലക്ഷം അനുയായികളുണ്ട്. 730 വൈദികരും 800 ചാപ്പലുകളുമുണ്ട്. അപ്പോൾ ഒരു ചെറിയ സഭാസമൂഹമായിട്ട് മാറ്റപ്പെട്ടിട്ടുണ്ട്. അവർ തിരിച്ചു വരവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. തിരിച്ചു വന്നാൽ നല്ല കാര്യമാണ്. വരുമോ ഇല്ലെന്ന് അറിയാൻ പാടില്ല. വത്തിക്കാൻ ഇപ്പോൾ ഓപ്പണാണ്. ഇത് മനസ്സാന്തരപ്പെട്ട് ഇതിൽ നിന്ന് പിന്മാറിയാൽ
തിരിച്ചു വന്നാൽ അവർ സ്വീകരിക്കപ്പെടും, ഒരു സംശയമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു വിഭാഗീയത. അപ്പം 4 കാരണങ്ങളാണ് വാസ്തവത്തിൽ ഇവരെ പിന്തള്ളാൻ. ഒന്നാമത്തത് അംഗീകാരം ഇല്ലാത്ത ബിഷപ്പ് വാഴ്ച, മെത്രാന്മാരുടെ നിയമനം അംഗീകാരമില്ലാതെ ഒന്നാമത്തെ കാര്യം ഇതാണ്. വിലക്ക് ലംഘിച്ച് 4 മെത്രാന്മാരെയൊക്കെ വാഴിക്കാനുണ്ടായി. വിലക്ക് നൽകിയിട്ട് മുൻകൂട്ടി പറഞ്ഞിട്ട് പോലും അതിനെ ധിക്കരിച്ചു എന്നുള്ളതാണ് ഏറ്റവും. ഇതൊക്കെ ചുമ്മാ ഒരാൾ വ്യക്തിപരമായിട്ടുള്ള ഏതെങ്കിലും അരിശം കൊണ്ടോ കോപം കൊണ്ടോ ചെയ്യുന്നില്ല. ഇതിനൊക്കെ ക്ലിയറായിട്ട് കാനൻ ലോയുണ്ട്, കാനൻ നിയമമുണ്ട്, അതനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ നടന്നിരിക്കുന്നത്. രണ്ടാമത്തേത്, രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ പരിഷ്കാരങ്ങളോട് എതിർപ്പ് കാണിക്കുക എന്ന് പറയുന്നത്, അത് അടിസ്ഥാനപരമായി അതിൻ്റെ അടിസ്ഥാനങ്ങളെ തള്ളിക്കളയുന്ന ഇടപാടാണ്. കാരണം പരിശുദ്ധാത്മാവാണ് ഈ സിനഡിനെ അല്ലെങ്കിൽ കൗൺസിലിനെ നയിക്കുന്നത്. ദൈവാത്മാവിലൂടെ എടുത്തപ്പെട്ട ഒരു നൂറ്റാണ്ടിൽ ഒരു സാർവത്രിക കൗൺസിലെ സാധാരണ നടക്കാറുള്ളൂ. 1962 വത്തിക്കാൻ കൗൺസിൽ നടക്കുന്നത്. അതിപ്പം തന്നെ 2026 ഇപ്പോൾ അടുത്തൊരു കൗൺസിലുള്ള ടൈം ആവുന്നുണ്ട്. 62 അടുത്ത് വരുമ്പോഴത്തേക്ക് ഒരു കൗൺസിൽ ഒരു നൂറ്റാണ്ടിൽ ഒരെണ്ണം നടക്കാറുള്ളൂ. അത് മാസങ്ങളൊക്കെ ദീർഘിക്കുന്നതാണ് ഈ പറയുന്ന സംഗതി. പണ്ട് വർഷങ്ങൾ ദീർഘിച്ച കൗൺസിൽ ഉണ്ടായിട്ടുണ്ട്, സാർവത്രിക കൗൺസിൽ എന്ന് പറയും. ആ കൗൺസിലാണ് മുഴുവൻ സഭായുദ്ധത്തെ വിലയിരുത്തിക്കൊണ്ട് വളരെ കൃത്യമായിട്ട് നിർദ്ദേശം നൽകുന്നത്. അപ്പോൾ സഭയുടെ എല്ലാം അടിമുടി മാറ്റപ്പെട്ട വത്തിക്കാൻ കൗൺസിലൂടെയാണ്. ഭരണക്രമത്തെ പോലെ മാറ്റപ്പെട്ടതല്ലേ. അതാത്ത സഭയെക്കുറിച്ചൊരു കൺസെപ്റ്റ് തന്നെ മാറ്റപ്പെട്ടു. പിരമിഡൽ സ്ട്രക്ചർ ആയിരുന്ന സഭ, പിരമിഡൽ സ്ട്രക്ചർ പറഞ്ഞാൽ മാർപ്പാപ്പ തൊട്ട് കീഴോട്ട് നിന്ന സഭ നേരെ സിനൽ സ്ട്രക്ചറായിട്ട് മാറി എന്ന് പറഞ്ഞാൽ അത് വളരെ കൃത്യമായിട്ടൊരു സഭയിലെ നേരെ പിരമിഡല്ല, നേരെ കൊലാറ്ററലായിട്ടുള്ള ഘടനയായിട്ട് മാറി. വലിയ വലിയ മാറ്റങ്ങളാണ് വത്തിക്കാൻ കൗൺസിൽ വരുത്തി വെച്ചത്. അതിനകത്തൂടെ ജോൺ പോൾ 21 മാർപ്പാപ്പ എല്ലാ ജനങ്ങളും തുറന്നിടുക, ശുദ്ധമായി അകത്ത് കയറട്ടെ എന്ന് പറഞ്ഞാണ് കൗൺസിൽ ആരംഭിക്കും. അത് കഴിഞ്ഞപ്പോൾ വിമർശകർ പറഞ്ഞു ആ ശുദ്ധവായുവിൻ്റെ കൂടെ അശുദ്ധവായും കൂടി പ്രവേശിച്ചു. അത് സ്വാഭാവികമാണ്. അതിൽ പിന്നെ മാറ്റം പരിശുദ്ധാത്മാവിലുള്ള നവീകരണത്തിലൂടെ നടന്നുകൊണ്ടിരിക്കും. അത് കഴിയുമ്പോൾ വീണ്ടും 2 വർഷത്തിലൊരിക്കൽ സിനഡ് കൂടി നവീകരണം നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ ഈ പറയുന്ന വലിയ ഡിക്രികളൊക്കെ എതിർത്തു എന്നുള്ളതാണ് വേറെ കാര്യം. പക്ഷേ ഈ മതസ്വാതന്ത്ര്യത്തെക്കുറിച്ച്, റിലീജിയസ് ലീബർട്ടിയെ, അങ്ങനെയുള്ള ആ പ്രബോധനങ്ങളെയൊക്കെ അവർ എതിർത്ത് കളഞ്ഞു. അതായത് ഡിഗ്നിറ്റാസ് ഹ്യൂമാനെ എന്ന് പറയുന്ന ആ ഒരു വലിയ പ്രബോധനത്തെ അവർ എതിർത്ത് കളഞ്ഞു. രണ്ടാമത്തെ സംഗതി, എക്യുമെനിസത്തെ സംബന്ധിച്ച് അവർക്ക് താല്പര്യമില്ല. ഇതര മതങ്ങളുമായിട്ടുള്ള സംവാദങ്ങളും സംഭാഷണവും നോസ്ട്രാറ്റത്തെ എന്ന ഡിഗ്രിയിലൂടെ ആ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കണമെന്ന് സഭ പറയുന്നതാണ് അവർക്ക് താല്പര്യമില്ല. എന്ന് പറയാം, അവരൊരു എക്സ്ക്ലൂസീവ് കമ്മ്യൂണിറ്റി ആയിട്ട് നിലനിൽക്കാൻ ആഗ്രഹിക്കും. വത്തിക്കാൻ മുമ്പുള്ള നിലപാടാണത്. അപ്പോൾ അങ്ങനെ 1962 ആ ലത്തീൻ മിസാലാണ് അവരിപ്പോൾ ഉപയോഗിക്കുന്നത്. 62 പറഞ്ഞാൽ വത്തിക്കാന് മുമ്പിലുള്ള ലത്തീൻ എന്തുമാത്രം പരിഷ്കാര ആരാധനാക്രമത്തിൽ വന്നു. ഒന്നാമത് തന്നെ വെർണാക്കുലർ എന്ന് പറഞ്ഞാൽ മാതൃഭാഷയിലേക്ക് ഈ ആരാധനാക്രമങ്ങൾ തർജ്ജമ ചെയ്യപ്പെട്ടു. നമ്മുടെ കാർന്നോന്മാരൊക്കെ ആദ്യഘട്ടങ്ങളിലൊക്കെ അവർ കുർബാന കണ്ടുകൊണ്ടിരുന്നത് സുറിയാനി കുർബാനയാണ്. വലിയ വലിയ ദേവാലയമുണ്ട്, പ്രത്യേകിച്ചും ടിയർ പോലുള്ള പല ദേവാലയം അച്ഛന്മാർ റിട്ടയർ ചെയ്തിരിക്കുമ്പം രാവിലെ ചെന്ന് കഴിഞ്ഞാൽ പറയുമ്പോൾ 4 ത്രോണോസുകളിൽ നിന്നുകൊണ്ട് 4 പേര് 4 കുർബാന ചെല്ലുന്നതാണ്. ആ രീതിയിലുള്ള മാറ്റം വരുത്തി ഒരു കുർബാനയാണ് ഒരേ സമയത്ത് പാടുള്ളൂ എന്നുണ്ടാക്കി. അങ്ങനെ ഒത്തിരി നിയമങ്ങളൊക്കെ ഉണ്ടാക്കി. അതിനുശേഷം ഈ സുറിയാനി കുർബാന നമ്മൾ മലയാളത്തിലേക്ക് കൊണ്ടുവന്ന ഒരു വലിയ മാറ്റമാണ്. ലോകത്തിലെ എല്ലാ ഭാഷകളിലും അതുപോലെ കുർബാന മാതൃഭാഷ വെർണാക്കുലർ ഭാഷയിലേക്ക് മാറ്റി എന്നുള്ളത് ഇതൊക്കെ വത്തിക്കാൻ കൗൺസിലിൻ്റെ വലിയ പരിഷ്കാരം. അങ്ങനെയാണ് കുർബാന എന്താണ് നമുക്ക് മനസ്സിലായി. നമ്മുടെ ആൾക്കാർക്ക് കുർബാനയ്ക്കുള്ള അവബോധം ഉണ്ടായിരുന്നു, പക്ഷേ അത് എന്താണെന്ന് കൃത്യമായിട്ട് പഠിച്ചത് നമുക്ക് മലയാളത്തിലേക്ക് വന്നു കഴിയുമ്പോൾ. മറ്റേ കാർന്നോന്മാർ എന്താ ചെയ്തുകൊണ്ടിരുന്നത്, ആ സുറിയാനിക്കുള്ള സമയത്ത് മുഴുവൻ കൊന്തയില്ലേക്കൊണ്ടിരിക്കും. അപ്പം വാഴ്ത്തി അല്ലേ തിരുരക്തം വാഴ്ത്തി ഉയർത്തുമ്പോൾ മാത്രം മുട്ട നിന്നുകൊണ്ട് അവർ നെഞ്ചത്തടിച്ച് എൻ്റെ ഭാവം എൻ്റെ അഭിപ്രായം എന്ന് പറയുന്ന എൻ്റെ വീട് എൻ്റെ എന്ന് പറയുന്ന അങ്ങനെയുള്ള ഒരു വികാരം അവർക്കുണ്ടായിരുന്നുള്ളതല്ലാതെ കുർബാനയിൽ എന്താ സംഭവിക്കുക എന്താണെന്നുള്ള പ്രബോധനം നമുക്ക് ശരിക്കും കിട്ടിയത് ഇത് മലയാളത്തിലായതിനു ശേഷം ധാരാളം പഠനങ്ങൾ നടന്നതിന് കൊണ്ടാണ്. അപ്പം അതുകൊണ്ട് മജിസ്റ്റേരിയം എന്ന് പറയുന്ന സഭയുടെ പരമോന്നത പ്രബോധന സമിതിയാണ് വാസ്തവത്തിൽ കാര്യങ്ങൾ. നമുക്കുള്ള ഏറ്റവും വലിയ അനുഗ്രഹവും ഒരു ഭാഗ്യവും നമ്മുടെ സമൂഹത്തിന് ഒരു പ്രബോധന സമിതിയുണ്ട്, പരമോന്നത പ്രബോധന സമിതി. ഏതെങ്കിലും കാര്യങ്ങൾ ഗൈഡ് ചെയ്യാനായിട്ട് എന്തെങ്കിലും കാര്യം കൺഫ്യൂഷൻ ഉണ്ടാകുമ്പോൾ ആ സഭയുടെ പരമോന്നത സമിതിയിൽ നിന്ന് വരുന്ന നിർദ്ദേശങ്ങൾ നമുക്കിപ്പോൾ വഴിയിൽ വെളിച്ചമാണ്, നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. അതുകൊണ്ട് വഴി നടത്തിപ്പുള്ള ഒരു സമൂഹമാണിത്. അതുകൊണ്ടാണ് മാർപ്പാപ്പ ടോപ്പിലിരിക്കുന്നത്. അതിനനുസരിച്ചാണ് ചേർന്ന് മെത്രാന്മാരും പിന്നെ ഇടവവൈദികരും ആ ഒരു പ്രബോധനം ഏറ്റെടുത്ത് നടത്തുമ്പോഴാണ് നമുക്ക് വെളിച്ചം കിട്ടുന്നത് ജീവിതത്തിൽ. എപ്പോഴും മനുഷ്യ ജീവിതത്തിൽ ഇങ്ങനെ ഇരുട്ടിൽ വെളിച്ചം വീശേണ്ട ആവശ്യകതയുണ്ട്. അപ്പോൾ ഇവിടെ അവർ പറയുന്നത് ഞങ്ങൾ അനുസരിക്കാത്തതല്ല, ഞങ്ങൾക്ക് അനുസരണമൊക്കെ ഉണ്ട്, പക്ഷേ ഞങ്ങളുടെ വിശ്വാസത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവർ അവകാശപ്പെടുന്നത്. അങ്ങനെയാണ്. എന്നാലും അവരുടെ മനസ്സാക്ഷിയെ നമ്മൾ ബഹുമാനിക്കുകയും ആദരിക്കുകയും വേണം. അവരെ തിരിച്ചുവരവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും വേണം. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഇഷ്ടപ്പെടാതെ വന്നുപോയ ഒന്ന് ഫ്രാൻസിസ് പാപ്പയുടെ കാലഘട്ടങ്ങളിൽ അദ്ദേഹം ഈ ഗേ മാരേജ് എന്ന് പറയുന്നത് പറഞ്ഞാൽ
ഒരേ വർഗത്തിൽപ്പെട്ടവർ കല്യാണം കഴിക്കും, പുരുഷന്മാർ സ്ത്രീ അങ്ങനെ കല്യാണം കഴിക്കുന്ന ആ ഒരു വല്ലാത്ത ഒരു പ്രതിഭാസം മറ്റ് പാശ്ചാത്യ നാടുകളിൽ ഇവിടെയും കാണും. പക്ഷേ ഇവിടെ പരസ്യമല്ലെന്നുള്ളത്. അങ്ങനെയുള്ള ഒരു പ്രതിഭാസം ഉണ്ടായി വളർന്നു വന്നു കഴിയുമ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് വ്യക്തിപരമായിട്ട് അവരെ ആശീർവദിക്കപ്പെടണമെന്ന് പാപ്പ പറഞ്ഞു എന്നുള്ളതാണ് സത്യം. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാ? അവർ മനുഷ്യരല്ലേ, ഒരു പാപികളാണ്. അവർ ചെയ്ത വിവാഹത്തെ അവർ റെക്ടിഫൈ ചെയ്യുന്നു, അത് ആശീർവദിക്കുകയല്ല ചെയ്യുന്നു. അവർ ഒറ്റയ്ക്ക് വ്യക്തിപരമായിട്ട് വരുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ആശീർവാദം കൊടുത്ത് വിടണമെന്നാണ് പറഞ്ഞത്. അതിപ്പോൾ എന്തുകൊണ്ട് പാപിയോടുള്ള സമീപനമില്ലേ? കർത്താവിൻ്റെ സമീപനം തന്നെയാണ് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞത്. പക്ഷേ അത് തെറ്റിദ്ധരിക്കുകയും ദുർവ്യാഖ്യാനം ചെയ്യുകയും ഹോമോസെക്സ്വാലിറ്റി അംഗീകരിക്കുന്ന രീതിയിൽ ദുർവ്യാഖ്യാനം ചെയ്തു. ആ ഒരു നിർദ്ദേശം പാപ്പ ഇത് അംഗീകരിച്ചത് ഇവർക്കൊട്ടും തന്നെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കാണ്ട് പോയി. അതുകൊണ്ട് ഒരേ ലിംഗത്തിൽ ദമ്പതികൾക്ക് ആശീർവാദം നൽകുന്നത് വത്തിക്കാൻ നൽകിയ ആ ഒരു നിലപാടിനെ ഇവർ കഠിനമായിട്ട് എതിർത്തു. അപ്പം അതുകൊണ്ട് അതായിരുന്നു ഒരു പ്രധാനപ്പെട്ട കാരണം. അതുകൊണ്ട് ഈ പുതിയ ബിഷപ്പുമാരെന്ന് പറയുന്ന ആൾക്കാരായിരിക്കുക മൈക്കൽ ഗോൾഡേർ എന്ന് പറയുന്ന ആദ്യ ആളാണ്, അമേരിക്കയിലുള്ള ആളാണ് ഒന്നാമത്തെ ആൾ. രണ്ടാമത്തെ ആൾ പാസ്കൽ ഷ്രൈബർ എന്ന് പറയുന്ന പേര് ഉള്ളതാണ്, ഷ്രൈബിട്ട് പേര്, സ്വിറ്റ്സർലൻഡിൽ നിന്നുള്ള ആളാണ്. പിന്നെ ഉള്ളത് പാസ്കൽ ഷ്രൈബർ കഴിഞ്ഞാൽ പിന്നെ പോയിൻസിനെറ്റ് ഡി സിംറി എന്ന് പറയുന്ന ആൾ. അദ്ദേഹം പറയുന്നത് ഫ്രാൻസിൽ നിന്നുള്ള ആളാണ്, മിഷേ പോയിൻസിനെറ്റ് സിംറി. നാലാമത്തെ ആൾ മാർക്ക് ഹനഫിയർ, അതും ഫ്രാൻസിലുള്ള 4 പേരാണ്. മെത്താൻ പട്ടം കൊടുത്ത ആർച്ച് ബിഷപ്പ് എന്ന് പറയുന്ന ആൾ അൽഫോൻസോ ദി ഗലേറത്താം ആണ്. ഇതിൻ്റെ കൂടെ നിന്ന് ബിഷപ്പ് റുണേറ്റ് ഫെല്ലൈ എന്ന് പറയുന്നത്. 6 പേരും പുറത്താക്കപ്പെട്ടു. ഇതാണ് സംഭവം. എന്ന് പറയുന്നു, ചെയ്യേണ്ട കാര്യമില്ലേ? കാനോനിക്കലായിട്ട് നിയമാനുസൃതമായിട്ട് നിയമത്തിന് വിരുദ്ധമായിട്ട് പോകുമ്പോൾ നടപടി ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാകും. അത് ഒരു വ്യക്തിപരമായി പാപ്പ എടുക്കുന്ന തീരുമാനമല്ല. കാനലോ അനുസരിച്ച് കൊണ്ടുവരുന്ന ആ നിഷ്കർഷങ്ങളെ പാപ്പ അത് അനുധാവനം ചെയ്ത് മാത്രമേ ഇടൂ. അതുകൊണ്ട് സംശയം ഉണ്ടാകേണ്ട. സഭയിൽ ഡിസിപ്ലിൻ ഉണ്ട്. ആ ഡിസിപ്ലിൻ അപ്പം അങ്ങനെ വരുമ്പോൾ ഇവിടെ ചില എന്തുകൊണ്ടാണ് നടപടി എടുക്കാത്തത് ചോദിക്കാനിടയുണ്ട്. പക്ഷേ അത് മൊത്തം ഗൗരവമായ കാര്യങ്ങളിലേക്ക് എത്തിയിട്ടില്ലാത്തതുകൊണ്ട് എത്തിയെടുക്കും, അതിന് സംശയമൊന്നുമില്ല. എത്തിയെടുക്കും. ഫണ്ടമെൻ്റൽസിനെതിരായിട്ട് പോയി കഴിഞ്ഞ് ഏത് ബിഷപ്പായാലും ഏത് ആർച്ച് ബിഷപ്പായാലും മാർപ്പാപ്പ നടപടി എടുക്കുമെന്നൊരു സംശയമൊന്നുമില്ല. താങ്ക് യു വെരി മച്ച്.